കഥ മിഴി നിറയാതെ അവസാന ഭാഗം. വിജയിയുടെ ഫോണിൽ ഒരു കോള് വന്നു. കോൾ അറ്റൻഡ് ചെയ്ത ശേഷം വിജയുടെ മുഖം മാറി. കോൾ കട്ട് ചെയ്ത ശേഷം ആദ്യ ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? അത് ഒരു ബാഡ് ന്യൂസ് ഉണ്ടടാ. എന്താ? അത് പിന്നെ അഷ്റഫാണ് വിളിച്ചത്. വേണു വേണു ആത്മഹത്യ ചെയ്തെന്ന്. വാട്ട്? ഒരു നിയമത്തിന് മുന്നിലും കീഴടങ്ങാൻ തനിക്ക് മനസ്സിലെന്നും പറഞ്ഞ് അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചെന്ന് പോലീസുകാരുടെ കൺമുന്നിൽ വെച്ച്. ഛേ, ഒരു കണക്കിന് അയാൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ തന്നെയാണിത്. ഒരു പക്ഷേ നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷ നൽകിയാലും അത് ഇത്രത്തോളം ആകില്ല. പക്ഷേ മരണത്തിലും നമ്മളെ അയാൾ തോൽപ്പിച്ചു. അയാൾ തന്നെ ജയിച്ചു. ആദി പറഞ്ഞു. അങ്ങനെയല്ല ആദി, അയാൾക്കുള്ള ശിക്ഷ അയാൾ തന്നെ വിധിച്ചു എന്ന് പറ. ഇനി ദത്തനെയും സുജിത്തിനെയും എന്തു ചെയ്യും? അതാ ഷറഫ് നോക്കിക്കോളും. ദത്തനെ എന്താണെങ്കിലും ഒരു ജീവപര്യന്തമെങ്കിലും കിട്ടും, ഉറപ്പാ. സുജിത്തുവിനും ഏതാണ്ട് അത്ര തന്നെ കിട്ടും. സ്വാതിയുടെ ജീവിതത്തിൽ ഇനിയൊരു കനലായി ഒരു ദത്തനും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയൊന്നും ഇനി സംഭവിക്കില്ല. വിജയും ആദിയും വീട്ടിലെത്തുമ്പോൾ സ്വാതിയും പാർവതിയമ്മയും ഹാളിലിരുന്ന് ടി വി കാണിക്കുകയായിരുന്നു. വേണുവിനെക്കുറിച്ചുള്ള ന്യൂസ് ടി വിയിൽ കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. സ്വാതിയുടെ കരഞ്ഞു കലങ്ങിയ മുഖത്തു നിന്നും കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിരുന്നുവെന്ന് വിജയ്ക്ക് വ്യക്തമായി. സ്വാതി, വിജയ് വിളിച്ചു. ഒഴുകി വന്ന കണ്ണുനീർ നിയന്ത്രിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. വിജയെ നോക്കി. എന്നെപ്പറ്റി ഒന്നും പറയുന്നില്ല, പക്ഷെ വേണിയുടെ അച്ഛൻ ഉപദ്രവിച്ചത് എന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷെ എൻ്റെ വേണി, അവളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളുടെ അച്ഛനെ. അവളുടെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് അവൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ കാരണം അവൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവും. അതുമാത്രമാണ് എൻ്റെ സങ്കടം. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ വന്നതുകൊണ്ടാണ് എല്ലാവരും വിഷമിക്കുന്നത്. അങ്ങനെയൊന്നും പറയേണ്ട സ്വാതി, വിജയ് ആശ്വസിപ്പിച്ചു. സ്വാതിയോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, വിജയ് ശാന്തമായി പറഞ്ഞു. മോളെ വിഷമിക്കാതെ, പാർവതി അമ്മ സങ്കടത്തോടെ പറഞ്ഞു. അതിൽ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാനുണ്ട്. എല്ലാം ഞാൻ പറയാം. വിജയ് അത് പറഞ്ഞതും ആദ്യം ആരോടും ഒന്നും സംസാരിക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. വിജയ് നടന്ന കാര്യങ്ങളെല്ലാം പാർവതി അമ്മയോടും സ്വാതിയോടും വിശദീകരിച്ചു. ആദ്യം പറഞ്ഞതുപോലെ അവൻ ഓർമ്മ ലഭിച്ചു എന്നതൊഴികെ ബാക്കിയെല്ലാം അവൻ അവരോട് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ പോലും അവനെപ്പറ്റി എനിക്ക് മറിച്ച് ഒന്നും തോന്നിയിരുന്നില്ല. പാർവതി അമ്മ വിലപിച്ചു. എനിക്ക് അച്ഛനെ കാണണം. സ്വാതിയുടെ വായിൽ നിന്നും ആ ഒരു വാക്ക് മാത്രമേ വീണുള്ളൂ. നാളെ തന്നെ നമുക്ക് അവിടെ പോകാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി തീരുമാനിക്കണം, പാർവതി അമ്മ പറഞ്ഞു. എന്താണ്? വിജയ് ചോദിച്ചു. സ്വാതിയുടെയും ആദിയുടെയും വിവാഹം. അതിന് ആദ്യേട്ടൻ എന്നെ ഓർമ്മയില്ലല്ലോ, സ്വാതി വേദനയോടെ പാർവതി അമ്മയോട് പറഞ്ഞു. അത് സാരമില്ല, ഇനി ഓർമ്മ വരുന്നത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണം. ആദ്യയോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങനെ ഇഷ്ടമില്ലാതെ സമ്മതിപ്പിച്ചൊരു വിവാഹം വേണ്ടമ്മേ. ഞാൻ ആദ്യേട്ടനെ കാണാനേ പാടില്ലായിരുന്നു. എന്നെ സ്നേഹിച്ച നിമിഷം മുതലാണ് ആദ്യേട്ടന് കഷ്ടകാലം തുടങ്ങിയത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അവരുടെ തീരുമാനം അന്തിമമായിരുന്നു. അവർ മുകളിൽ ആദിയുടെ മുറിയിലേക്ക് കയറിപ്പോയി. ആദി, പാർവതി അമ്മ വിളിച്ചു. എന്താ അമ്മേ? അമ്മ ഒരുപാട് ഗൗരവമുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. വിജയ് ദേവനെ പറ്റി എന്നോട് പറഞ്ഞു. അവൻ വയനാട്ടിലുണ്ട്. ഞാൻ കാരണമാണ് അവനൊരു ജീവിതം മുഴുവൻ ഇല്ലാതായത്. അതിന് പരിഹാരം എനിക്ക് ചെയ്യണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ദേവൻ്റെ മകളെ നീ വിവാഹം കഴിക്കണം. ഇതെൻ്റെ തീരുമാനമാണ്. അമ്മ എന്താ ഈ പറയുന്നേ? ഇപ്പോൾ പെട്ടെന്നൊരു വിവാഹം അത് വേണ്ട, അത് ശരിയാവില്ല. അത് മാത്രമല്ല, അവൾ ചെറിയ കുട്ടിയല്ലേ, പഠിക്കട്ടെ. അതിനുശേഷം നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം. പറ്റില്ല ആദി. വിജയോട് ദേവൻ അപേക്ഷിച്ച ഒരു കാര്യമാണിത്. എന്ത്? സുമംഗലിയായ മകളെ കണ്ട് അവന് കണ്ണടയ്ക്കണമെന്ന്. മകളുടെ വിവാഹത്തിന് വേണ്ടി ആയിരിക്കണം അവൻ ഈ വീട്ടിൽ വരാൻ. അവളെ നിന്റെ കയ്യിൽ പിടിച്ചു നൽകാൻ വേണ്ടി. ഒരുപാട് ആർഭാടമൊന്നും വേണ്ട, ചെറിയൊരു ചടങ്ങ്. നല്ലൊരു മുഹൂർത്തം നാളെ തന്നെ ഞാൻ കുറിപ്പിക്കും. എൻ്റെ മോൻ അതിന് തടസ്സം നിൽക്കരുത്. മറുപടി ഒന്നും പ്രതീക്ഷിക്കാതെ അവർ മുറിയിൽ നിന്നും തിരിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ആദി കുഴങ്ങി. പിറ്റേന്ന് തന്നെ പാർവതി അമ്മ ഒരു ജ്യോത്സ്യനെ വിളിച്ച് മുഹൂർത്തം കുറിച്ചു. മുഹൂർത്തം കുറിച്ചു വന്നപ്പോൾ ആ മുഹൂർത്തത്തിന് കഷ്ടിച്ച് 12 ദിവസം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ മുഹൂർത്തത്തിൽ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ ചടങ്ങായി വിവാഹം നടത്താൻ തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ വിജയ് പോയി ദേവനാരായണനെ ശ്രീമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
ദേവനാരായണനെ കണ്ടപാടെ പാർവതി ഓടിച്ചെന്ന് ഉമ്മകൾ കൊണ്ട് മൂടി. മോനെ ദേവ, തൻ്റെ ചേച്ചിയുടെ സ്നേഹത്തിൽ അയാളും സംതൃപ്തനായിരുന്നു. അച്ഛനെ കണ്ട സ്വാതി പുറകിൽ മാറി നിന്നപ്പോൾ കൈകൾ ചേർത്ത് അയാൾ അവളെ വിളിച്ചു. ഒരു തലോടൽ ആഗ്രഹിച്ചിരുന്ന അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. അയാൾ അവളെ വാത്സല്യപൂർവ്വം മാറിലണച്ചു. അച്ഛനും മകളും പരാതികൾ പറയാതെ പറഞ്ഞു. എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പല പ്രാവശ്യം സ്വാതി അറിയാതെ ആദ്യ വിവാഹം ഉടനെ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും പാർവതി അമ്മ മുഖവിലക്കെടുത്തില്ല. ഇതിനിടയിൽ ഒരിക്കൽ പോലും ആദ്യം ഒന്ന് സ്വാതിയോട് സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നത് അവളെ സങ്കടത്തിലാഴ്ത്തി. വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പാർവതി അമ്മയെ നിർബന്ധിച്ചാണ് സ്വാതിയെ കൊണ്ടുപോയത്. എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. സ്വാതി മാറിയിരുന്നു. ആഭരണങ്ങൾ മുഴുവൻ പാർവതി അവൾക്കായി നൽകി. അതിനാൽ പ്രത്യേകിച്ച് ഒന്നും വാങ്ങേണ്ടതില്ലായിരുന്നു. താലിമാല മാത്രമാണ് വാങ്ങിയത്. ആദിക്ക് വലിയ മാല ഇഷ്ടമില്ലാത്തതിനാൽ ചെറിയ നൂല് പോലെയുള്ള ഒരു സിമ്പിൾ ചെയിനായിരുന്നു താലിമാലയായി എടുത്തത്. കഷ്ടിച്ച് 1.5 പവൻ വരുന്നത്. സ്വാതിക്കും അത് നന്നേ ഇഷ്ടമായിരുന്നു. അത് ആദിക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത്. വലിയമ്മയെ വിവാഹം ക്ഷണിക്കാൻ പോകണമെന്ന ആഗ്രഹം സ്വാതി വിജയിയെ അറിയിച്ചു. അവളുടെ നിർബന്ധപ്രകാരം വിജയ് സ്വാതിയെ കൊണ്ട് അവളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം പോയത് വേണിയുടെ വീട്ടിലേക്കാണ്. ഭയന്നാണ് സ്വാതി അവിടേക്ക് ചെന്നത്. ഡോർബെൽ മുഴക്കിയപ്പോഴും അവളുടെ ഉള്ളിൽ വല്ലാത്ത ഭയമായിരുന്നു. വേണി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാതെ അവൾ കുഴഞ്ഞു. വാതിൽ തുറന്നത് വേണിയായിരുന്നു. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയത് ഞാനല്ലേ? ആ തെറ്റിന് നീ എന്നോട് ക്ഷമിക്കില്ലേ മോളെ? എന്നെ ശപിക്കില്ലേ? സ്വാതി വേണിയുടെ കാലിൽ പിടിച്ചു പറഞ്ഞു. എന്താടി ഇത്? ഞാനും അമ്മ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ ഇല്ല. നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ വിശ്വസിക്കുന്നതുമില്ല. എൻ്റെ അച്ഛൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു. എന്നിട്ട് അതൊക്കെ നിന്റെ തെറ്റാണെന്ന് പറയാൻ നീ കാണിച്ചത് വലിയ മനസ്സാണ്. ഞങ്ങൾ ഒരിക്കലും നിന്നെ ശപിക്കില്ല. നീ വിഷമിക്കാതിരിക്കെ. എൻ്റെ വിവാഹം ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. സ്വാതി വേണിയുടെ അമ്മയോട് പറഞ്ഞു. എന്താണെങ്കിലും ഞങ്ങൾ വരും മോളെ. അച്ഛനെ പറ്റിയുള്ള ദുഃഖമൊന്നും ഞങ്ങൾക്കില്ല. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ആ സത്യങ്ങളുമായി പൊരുത്തപ്പെട്ടതാണ്. ഇത്തരമൊരു ദുഷ്ട മനസ്സോടെയാണ് അച്ഛൻ ജീവിച്ചിരുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളോട് വേണം നീ ക്ഷമിക്കാൻ, വേണി പറഞ്ഞു. അതേ മോളെ. അവളുടെ അമ്മ അതിനെ പിന്താങ്ങുകയും ചെയ്തു. വിവാഹത്തിന് ഞങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടാകും. സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. അവർ അവളെ ആശ്വസിപ്പിച്ചു. വല്യമ്മയും അപ്പുവിനെയും വീട്ടിൽ ചെന്ന് കാര്യമായി വിളിച്ച് വിവാഹത്തിന് വരണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് സ്വാതി വിജയോടൊപ്പം തിരിച്ചു പോയത്. മുത്തശ്ശിയുടെ അസ്ഥിത്തറയിൽ ചെന്ന് അവരോടും പറയാൻ സ്വാതി മറന്നില്ല. മുത്തശ്ശി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സമയമാണിതെന്ന് എനിക്കറിയാം. മുത്തശ്ശിയുടെ ആത്മാവ് എന്നോടൊപ്പം ആ നിമിഷം ഉണ്ടാകുമെന്നും അറിയാം. അവൾ കണ്ണുനീരോടെ പറഞ്ഞു. അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും മൗനമായിരുന്നു. ആദ്യേട്ടൻ ഒരിക്കലും ഈ വിവാഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ ഇപ്പോഴത്തെ മനസ്സിൽ ആദ്യേട്ടന് കഴിയുകയില്ല. അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതുമാണ്. അങ്ങനെയൊന്നും സ്വാതി ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ഒരിക്കൽ ആദ്യ സ്വാതിയെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മ വരുമ്പോൾ സ്വാതി ആദ്യം സ്വീകരിക്കില്ലെന്ന പേടിയൊന്നും വേണ്ടല്ലോ. പൂർണ്ണ മനസ്സോടെ തന്നെ വിവാഹത്തിന് സമ്മതിക്കുക, അത്രമാത്രം. ഇപ്പോൾ അഥവാ ആദ്യ കാണിക്കുന്ന ഇഷ്ടക്കേടെല്ലാം അവൻ്റെ രോഗത്തിൻ്റെ ഭാഗമായി മാത്രം സ്വാതി കരുതിയാൽ മതി. ഓർമ്മകൾ നഷ്ടപ്പെട്ടത് ആദിക്ക് മാത്രമാണ്, സ്വാതിക്കല്ല. ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ജീവിതമാണ് ഇപ്പം കൈകളിലേക്ക് വരാൻ പോകുന്നത്, വിജയ് അവളോട് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കൂടി കഴിഞ്ഞ സ്വാതിയുടെ എൻട്രൻസ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വച്ച് വളരെ ലളിതമായിരുന്നു വിവാഹം നടത്തിയത്. വിവാഹത്തിന് നീല നിറത്തിലുള്ള പട്ട് സാരിയിൽ സ്വാതി തിളങ്ങി. അധികം ചമയമൊന്നും അവളുടെ മുഖത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ ചൂടി പാരമ്പര്യമായ ആഭരണങ്ങളും അണിഞ്ഞ് സ്വാതി പന്തലിലെത്തി. ആഭരണങ്ങളെല്ലാം അണിയുമ്പോൾ പാർവതിയമ്മ അവളുടെ കഴുത്തിൽ കിടന്ന മാലയൂരി മറ്റൊരു നെക്ലേസ് ധരിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടോ ആദ്യ കെട്ടിയ മാലയൂരാൻ അവൾക്ക് മനസ്സ് വന്നിരുന്നില്ല. അതിനാൽ അവൾ മുഖം സങ്കടത്താൽ നിറഞ്ഞു. അതിനാൽ പിന്നീട് അവർ അവളെ നിർബന്ധിക്കാനും പോയില്ല. സ്വാതി സുന്ദരിയായി പന്തലിലേക്ക് വന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആദി സ്വാതിയുടെ കഴുത്തിൽ താലി ചാർത്തി. അവളുടെ സീമന്തരേഖയിൽ അവൻ്റെ ചുവപ്പ് രാശി തെളിഞ്ഞു. മകളെ ആദിയുടെ കൈകളിലേക്ക് കന്യാദാനം നൽകുമ്പോൾ ദേവൻ കണ്ണുനീരൊപ്പി. ആ പിതൃഹൃദയം നിറഞ്ഞു. ശ്രീമംഗലത്തെ വീട്ടിലേക്ക് എഴുതിരിയിട്ട നിലവിളക്കുമായി സ്വാതി വലംകാൽ വച്ചു കയറി.
വിവാഹ തിരക്കുകളെല്ലാം കഴിഞ്ഞ് മണിയറയിൽ ആദിക്കായി കാത്തിരിക്കുമ്പോൾ സ്വാതി കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുകയായിരുന്നു. അവളുടെ ഓർമ്മകൾക്ക് വിരാമമിട്ടുകൊണ്ട് ആദി മുറിയിലേക്ക് കടന്നു വന്നു. ആദിയെ കണ്ടുകൊണ്ട് സ്വാതി എഴുന്നേറ്റു. വേണ്ട, ഇരുന്നോളൂ. ആഭരണങ്ങളെല്ലാം അഴിച്ചുവെച്ച് വളരെ സിമ്പിളായി ഒരു സെറ്റ് സാരിയും താൻ കെട്ടിക്കൊടുത്ത താലിമാലയും ഒപ്പം താൻ ആദ്യമായി അവളുടെ കഴുത്തിലണിഞ്ഞ മാലയും മാത്രമേ അവൾ അണിഞ്ഞിരുന്നുള്ളൂ. കഴുത്തിൽ അവൻ ആദ്യമായി കെട്ടിക്കൊടുത്ത മാല അവൾ അകത്തേക്ക് കയറ്റിയിട്ടിരിക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാനുള്ള സമയം ഇനിയും ആയിട്ടില്ല. അത് എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. എനിക്കിനിയും കുറച്ച് സമയം ആവശ്യമാണ്. എനിക്ക് മനസ്സിലാവും ആദ്യേട്ടാ. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്. അങ്ങനെയല്ല സ്വാതി. സ്വാതി അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അതെന്താണെന്നോ എങ്ങനെയാണെന്നോ ചോദിക്കാൻ സ്വാതി നിന്നില്ല. കിടക്കാം, ആദി പറഞ്ഞു. അവൾ തലയാട്ടി. ലൈറ്റ് അണച്ച് ഒരു കട്ടിലിൽ 2 വശങ്ങളിലായി അവർ കിടന്നു. 5 വർഷങ്ങൾക്ക് ശേഷം. നാളെയാണ് ആദിയുടെയും സ്വാതിയുടെയും 5ാം വിവാഹ വാർഷികം. സ്വാതി 1ാം റാങ്കോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കി. പക്ഷേ ഈ വർഷങ്ങൾക്കിടയിൽ ആദിയും സ്വാതിയും തമ്മിൽ സംസാരിച്ചത് വളരെ വിരളമായിരുന്നു. ഇപ്പോൾ ആദിയുടെ ആ ജീവിത രീതിയോട് പൊരുത്തപ്പെട്ടു പോകാൻ സ്വാതി പഠിച്ചു കഴിഞ്ഞു. ആകെയുള്ള ആശ്വാസം ദേവനും പാർവതി അമ്മയും മാത്രമായിരുന്നു. ഇത്ര നാളും ലഭിക്കാതെ പോയ ദേവന്റെ സ്നേഹം അറിയുകയായിരുന്നു ആ കാലങ്ങളിൽ സ്വാതി. വിജയ് ആദിയുടെ വിവാഹം കഴിഞ്ഞതോടെ ക്വാർട്ടേഴ്സിലേക്ക് മാറി. പ്രിയയും കിരണും ഹാപ്പിയായി ജീവിക്കുന്നു. അവരുടെ സന്തോഷത്തിന് ഇരട്ടി മധുരമായി അവരുടെ മകൾ നിധിയും. വേണിയോടുള്ള തൻ്റെ ഇഷ്ടം വിജയ് തുറന്നു പറഞ്ഞു. വേണിക്കും വിജയെ ഇഷ്ടമാണ്. വേണിയുടെ അമ്മയ്ക്കും എതിർപ്പുകളൊന്നുമില്ല. വേണി ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഉടനെ തന്നെ ഇരുവരുടെയും വിവാഹം നടത്താനാണ് പാർവതിയമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ഗീതയും അപ്പുവും സുഖമായി ജീവിക്കുന്നു. ദത്തൻ ജയിലിലായതിനാൽ മറ്റു പേടികളില്ലാതെ അവർ സമാധാനത്തോടെ ജീവിക്കുന്നു. ഗീത അമ്മുവിനെയും ഭർത്താവിനെയും അംഗീകരിക്കാൻ തയ്യാറായി. പാർവതിയമ്മയുടെ നിർബന്ധപ്രകാരം ആദിയുടെയും സ്വാതിയുടെയും 5ാം വിവാഹ വാർഷികം ആഘോഷമായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിറ്റേന്ന് വിവാഹ വാർഷികത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമാണ് ആദി സ്വാതിയോട് പറയുന്നത്, ഒരിടം വരെ പോകാനുണ്ട്. എവിടെ? അതൊക്കെ പറയാം, താൻ വേഗം റെഡിയായി വാ. പിന്നെ ഇത് ഞാൻ തനിക്കായി വാങ്ങിയതാണ്. ആദ്യ ഒരു കവർ സ്വാതിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇത് അണിഞ്ഞു വരണം. അവൾക്ക് അത്ഭുതം തോന്നി. 5 വർഷങ്ങൾക്കിടയിൽ ആദി ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യമായാണ്. അവൾ മുറിയിൽ പോയി ആ കവർ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു പീച്ച് കളർ സാരിയായിരുന്നു. അവളത് അണിഞ്ഞു വരുമ്പോൾ ആ കളർ ഷർട്ടിട്ട് ആദി അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എങ്ങോട്ടാണെന്ന് അവൾ ചോദിച്ചില്ല. ഈ സമയത്ത് നിങ്ങൾ എവിടെ പോവാണ്? പാർവതിയമ്മ ചോദിച്ചു. ചെറിയൊരു യാത്രയാണ്. നാളെ രാവിലെ തിരിച്ചെത്തും. ആദി മറുപടി പറഞ്ഞു. നാളെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് വരണം. അപ്പോഴേക്കും ഞങ്ങളിവിടെ ഉണ്ടാകും. ഒരു ചെറിയ യാത്രയാണെന്നാണ് താൻ കരുതിയത്. പക്ഷേ ഇത് പിറ്റേന്ന് എത്തുന്ന യാത്ര. എന്തായിരിക്കാം ആദിയുടെ മനസ്സിലെന്ന് സ്വാതി ചിന്തിച്ചു. പക്ഷേ ആദിയോട് ചോദിച്ചില്ല. വണ്ടി സിറ്റിയിൽ നിന്നും കുറേ ദൂരം ഓടി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒടുവിൽ മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് സ്വാതി ചോദിച്ചു. പൊന്മുടി. ആദി മറുപടി പറഞ്ഞു. അവിടെന്താ? അവിടെ ചെന്നിട്ട് പറയാം. അവൾ പിന്നീട് മിണ്ടിയില്ല. അവൾ ഓർമ്മകളിലേക്ക് മുഴുകി. ആദിക്ക് ഓർമ്മ നഷ്ടപ്പെട്ട 5 വർഷങ്ങൾ. ഇനി എന്നാണ് ആദിയേട്ടൻ്റെ മനസ്സിൽ തൻ്റെ രൂപം തെളിയുന്നത്? അവൾ അറിയാതെ കഴുത്തിലെ താലിയിൽ പിടിച്ചു. അതുമാത്രമാണ് ഇപ്പോൾ ഉള്ള കൂട്ട്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം വണ്ടി 22 ഹെയർ പിൻ വളവുകൾ കഴിഞ്ഞ് പൊന്മുടി എന്ന സ്വർഗത്തിലേക്ക് കയറി. പൊന്ന് കാക്കുന്ന ഒരു കുന്നാണ് പൊന്മുടി. ആരെയും മയക്കുന്ന സൗന്ദര്യം. പഞ്ഞിക്കെട്ട് പോലെ കോടമഞ്ഞ് പാറിക്കളിക്കുന്ന സ്വർഗം. ഇടയ്ക്കൊരു ചായക്കടയ്ക്ക് മുൻപിൽ വണ്ടി നിർത്തിയിട്ട് ആദ്യം അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവൾ ഇറങ്ങി. ആദ്യം 2 ചൂടുള്ള ചായയും വടയും വാങ്ങി. ഒന്ന് അവൾക്ക് നീട്ടി. കാറ്റിൻ്റെ വേഗത കൂടുതലുള്ള സമയമായതുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട് കോടമഞ്ഞ് അവരെ തഴുകി അപ്രത്യക്ഷമായി. ആ സമയം അടുത്തുള്ള ആളെ പോലും കാണാൻ സാധിക്കില്ല. മഴയുള്ള സമയമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവൾ ചിറി കൂട്ടുന്നത് കണ്ട് അവൻ ബ്ലാങ്കറ്റ് കാറിൽ നിന്നും എടുത്ത് അവൾക്ക് അണിയാൻ കൊടുത്തു. അതിശയത്തോടെ അവൾ അത് നോക്കി. നല്ല തണുപ്പുണ്ട്, അവൻ പറഞ്ഞു. ചായ കുടിച്ചതിന് ശേഷം അവളെ ചേർത്ത് പിടിച്ച് അവൻ കാറിലേക്ക് കയറി. ഇതെല്ലാം സ്വാതിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. ചുരത്തിലെ പകുതി ഭാഗം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവരെ സ്വാഗതം ചെയ്യാനായി കോടമഞ്ഞ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അവിടുന്നുള്ള യാത്ര കോടയോടും കാറ്റിനോടും മല്ലിട്ടുള്ളതായിരുന്നു.
ഇതൊരു പ്രത്യേക അനുഭവമാണ് അല്ലേ? ഈ സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല. ആദ്യം അവളോട് ചോദിച്ചു. മറുപടിയായി അവളൊരു നിറഞ്ഞ പുഞ്ചിരി നൽകി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അന്നാണ് അവൾ മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. വണ്ടി ഒരു റിസോർട്ടിന് മുൻപിൽ നിന്നു. ആദ്യം അവളോട് ഇറങ്ങാൻ പറഞ്ഞു. അവൾ അനുസരണയോടെ കാറിൽ നിന്നും ഇറങ്ങി. KTDC ഗോൾഡൻ പീക്ക് പൊന്മുടി. അവൾ റിസോർട്ടിന്റെ പേര് വായിച്ചു. റിസപ്ഷനിലെത്തിയ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു. ആദിത്യവർമ്മ, ഇന്നലെ ബുക്ക് ചെയ്തിരുന്നു. അറിയാം സർ, റൂം തയ്യാറാണ്. റൂം ബോയ് വന്ന് അവരുടെ ലഗേജ് എടുത്ത് റൂമിലേക്ക് പോയി. അപ്പോഴാണ് കരുതിയിരുന്ന ലഗേജ് സ്വാതി കണ്ടത്. ചെറിയൊരു ബാഗാണ്. റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വേണമെങ്കിലൊന്ന് ഫ്രഷായി വാ. ഒന്നും മനസ്സിലാവാതെ സ്വാതി ആദിയെ നോക്കി. ചൂടുവെള്ളം കിട്ടും, ഒന്ന് ഫ്രഷായിട്ട് വാ, നമുക്കൊന്ന് കറങ്ങാം. അത്ഭുതപ്പെടേണ്ട, നിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഇന്ന് ലഭിക്കും. ഈ ബാഗിൽ എനിക്കിഷ്ടമുള്ളൊരു ഇളം പച്ച കളർ ചുരിദാറുണ്ട്, അതിട്ടുകൊണ്ട് വാ. അവൾ അനുസരണയോടെ ബാഗ് തുറന്ന് ചുരിദാർ എടുത്ത് കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് റിസോർട്ടിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു. അവർ യാത്രയ്ക്കായി ഒരുങ്ങി. എങ്ങോട്ടാ ആദ്യേട്ടാ യാത്ര? അവൾ ചോദിച്ചു, പൊന്മുടിയുടെ സൗന്ദര്യത്തെ തൊട്ടറിയാൻ വേണ്ടി. അത്രയും പറഞ്ഞവൻ ചിരിയോടെ കാറിലേക്ക് കയറി. അവളും അവനോടൊപ്പം കയറി. അവൻ ഇളം പച്ച നിറത്തിൽ അവളുടെ ചുരിദാറിന് ചേർന്ന ഷർട്ടായിരുന്നു അണിഞ്ഞിരുന്നത്. താഴെ വണ്ടി നിർത്തി. കുന്നിലേക്ക് നടന്നു കയറാമെന്ന് ആദ്യം അവളോട് പറഞ്ഞു. ഇരുവരും നടന്നു തന്നെ കുന്നു കയറി. കോടമഞ്ഞ് പൊതിയുന്ന ആ തണുപ്പിൽ ആദ്യം അവളെ ചേർത്ത് പിടിച്ചിരുന്നു. വിശാലമായി കിടക്കുന്ന കുന്നിൻ ചെരുവിൽ മുട്ടോളം നിൽക്കുന്ന പച്ചപ്പുല്ലും അതിനെ തഴുകി തലോടി പോകുന്ന കോടമഞ്ഞും സ്വാതിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. ചുണ്ടുകൊട്ടിപ്പോകുന്ന ആ തണുപ്പിൽ അവൻ സ്വാതി ഇറുകെ പുണർന്നു. ആ തണുപ്പിലും അവളുടെ ശരീരത്തിൽ വിറയൽ കയറുന്നത് അവൻ അറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആദിയേട്ടൻ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. എന്താ, എൻ്റെ ഡോക്ടർ പേടിച്ചു പോയോ? 3 മാസം കൂടി കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഒരു ഡോക്ടറാണ് ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നത്. ആദ്യ തമാശയായി പറഞ്ഞു. സ്വാതി ഒന്നും മനസ്സിലാക്കാതെ അവനെ നോക്കി. എന്തെങ്ങനെ നോക്കുന്നേ? ഞാൻ നിൻ്റെ ആദ്യേട്ടൻ തന്നെയാണ്. എനിക്ക് നിന്നെ മനസ്സിലായില്ലെന്നാണോ കരുതിയത്? 5 വർഷങ്ങൾക്ക് മുൻപ് നീ ആദ്യമായി ശ്രീമംഗലത്ത് വന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഓർമ്മകൾ എൻ്റെ പ്രിയപ്പെട്ടവളെ ഓർത്തെടുത്തിരുന്നു. ഒന്നും പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നീ നല്ലൊരു നിലയിലെത്താൻ വേണ്ടി. എൻ്റെ പ്രണയവും വിവാഹവും ഒന്നും നിൻ്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. 1ാം റാങ്കോടെ നീ MBBS പാസ്സായ അന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചു, ഏതായാലും നമ്മുടെ വിവാഹ വാർഷികം ഉടനെ തന്നെ ഉണ്ടല്ലോ, അന്ന് പറയാമെന്ന്. ഇത്ര നാളും നിന്നെ ചേർത്ത് പിടിക്കാതെ മാറി നിന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അന്ന് തുടർന്ന് പഠിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച രാത്രിയില്ലേ, അന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് നിന്നെ നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന്. ഞാൻ അന്ന് നിനക്കൊരു വാക്ക് തന്നിരുന്നില്ലേ, നിന്നെ ഞാൻ പഠിപ്പിക്കുമെന്ന്. അത് ഞാൻ പാലിച്ചു. ഒരുപാട് പേരുടെ നിന്ദകൾ സഹിച്ചവളാണ് നീ. ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു നിസ്സഹായയായ പെണ്ണിനെ മുതലെടുത്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ നിനക്ക് നിവർന്നു നിന്ന് പറയാം, ഞാനൊരു ഡോക്ടറാണെന്ന്. എൻ്റെ ഭർത്താവ് ഒരു ഡോക്ടറാണെന്ന് പറയുമ്പോഴല്ല, മറിച്ച് ഞാനൊരു ഡോക്ടറാണെന്ന് പറയുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ അന്തസ്സ് കൂടുന്നത്. ആ ഒരു ദിവസത്തിന് വേണ്ടി എൻ്റെ പ്രണയത്തെ, എൻ്റെ ഇഷ്ടത്തെ, നിന്നോടുള്ള എൻ്റെ എല്ലാ വികാരങ്ങളെയും ഞാൻ കൂട്ടിലിട്ട് വളർത്തുകയായിരുന്നു. അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ആദ്യം അത് പറഞ്ഞതും അവൾ അവനെ ഇറുക്കെ പുണർന്നു. അവൻ്റെ മുഖത്തും ശരീരത്തും ഉമ്മകൾ കൊണ്ട് മൂടി. ഇത്ര വർഷമായി കാത്തു വെച്ചിരുന്ന സ്നേഹം മുഴുവനും നൽകുകയായിരുന്നു അവൾ. എങ്കിലും ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? എന്നെ ഓർമ്മയില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ ഒറ്റയ്ക്ക് ജീവിക്കായിരുന്നു ഞാൻ. മരണത്തെപ്പറ്റി വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്കറിയാം മോളെ, പക്ഷേ എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു. ഇനി നമ്മൾ ജീവിക്കാൻ പോവല്ലേ, നമ്മൾ സ്വപ്നം കണ്ട നമ്മുടെ ജീവിതം. ആദ്യം അവളുടെ ചുണ്ടുകൾ കവർന്നുകൊണ്ട് പറഞ്ഞു. കോട ഇറങ്ങിത്തുടങ്ങി. ഇനി ഭയങ്കര പാടായിരിക്കും. നമുക്ക് തിരിച്ചു പോവാം, സന്ധ്യയാകുന്നു. ഇവിടെ നിനക്ക് ഞാൻ വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? അതൊക്കെയുണ്ട്. രണ്ടുപേരും കുന്നിറങ്ങി കാറിൽ കയറി റിസോർട്ടിലെത്തി. റൂമിൽ ചെന്ന് ആദ്യം കുളിച്ച് ഫ്രഷായി വന്നു. ബാഗിൽ നിന്നും ഒരു കരിമ്പച്ച കരയുള്ള സെറ്റും മുണ്ടും എടുത്തു നൽകി. ഇതണിഞ്ഞു വാ, അവൻ പറഞ്ഞു. അവൾ കുളിച്ച് വന്ന് അവളുടെ നീണ്ട മുടിയിഴകൾ തോർത്തി. അതിൽ നിന്നും വെള്ളത്തുള്ളികൾ താഴേക്ക് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. അവൻ ബാഗിൽ കരുതിയ സിന്ദൂരച്ചെപ്പെടുത്ത് അവളുടെ സീമന്ത രേഖയിൽ ഒരു നുള്ളു കുങ്കുമം തൊട്ടു. കണ്ണാടിയിലേക്ക് നോക്കി അവൾ കണ്ണിമയ്ക്കാതെ അവളുടെ പ്രതിബിംബത്തിൽ നിന്നു.
സീമന്തരേഖയിലെ കുങ്കുമം അവളെ പൂർണ്ണയാക്കിയതുപോലെ. സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു. അവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് നിന്നു. അവനൊരു കരിമ്പച്ച കളർ ഷർട്ടും അതിന് മാച്ചായൊരു മുണ്ടുമായിരുന്നു. വാ, ഒരു സർപ്രൈസ് ഉണ്ട്. അവൻ അവളുടെ കൈകളിൽ പിടിച്ചു. അവളോടൊപ്പം നടന്നു. ഇരുവരും റിസോർട്ടിന് പുറത്തിറങ്ങി നടന്നപ്പോൾ ഏറുമാടം ആകൃതിയിലുള്ളൊരു മുറി അവൾ കണ്ടു. അതിന് മുകളിലേക്ക് കോണികൾ ഇട്ടിരിക്കുന്നു. കയറി വാ, അവൻ അവളോട് പറഞ്ഞു. അവൻ അവളുടെ കൈകൾ പിടിച്ച് കോണിപ്പടികൾ കയറി. ആ ഏറുമാടം ഇളം ചുവപ്പ് വെട്ടത്താൽ കാണപ്പെട്ടിരുന്നു. അവളുടെ കണ്ണുകൾ പൊത്തിക്കൊണ്ട് ആകെ അകത്തേക്ക് കയറി. ആ മുറി ആകെ ചുവന്ന റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളും ചുവന്ന വെട്ടത്തിലുള്ള റാന്തൽ ബൾബുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അവിടെ ടേബിളിൽ വെച്ചിരുന്ന പാൽ ഗ്ലാസ് എടുത്ത് അല്പം കുടിച്ചതിന് ശേഷം അവൻ അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, കുടിക്കെ. ശേഷം അവിടെ ടേബിളിൽ വെച്ചിരുന്ന ഒരു കുഞ്ഞു ഓട്ടുരുളി എടുത്ത് അവളുടെ കയ്യിൽ നൽകി. അത് വാഴയില വച്ച് മൂടിയിരുന്നു. അത് തുറക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ തുറന്നതും അതിൽ നിറയെ മുല്ലപ്പൂക്കൾ കൊണ്ടുള്ള മാലയായിരുന്നു. അവൻ ആ മുല്ലപ്പൂമാല അവളുടെ മുടിയിൽ അണിയിച്ചു കൊടുത്തു. ഇതെവിടുന്ന് വാങ്ങി? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അത് ഞാൻ റൂം ബോയിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു, അവൻ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവളെ പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണോടെ അവൻ നോക്കി. ആ സന്തോഷത്തിൽ അവൻ അവളെ ഇറുകെ പുണർന്നു. അവളുടെ അധരങ്ങളിൽ പതിയെ ചുംബിച്ചു. ശേഷം അവളെ കോരിയെടുത്ത് കട്ടിലിൽ കിടത്തി. അതിൽ റോസാപ്പൂ വിതളുകൾ വിതറിയിരുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വികാര വിചാരങ്ങൾ ശരീരത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൻ അവളിലേക്ക് അലിയാൻ തുടങ്ങി. മുല്ലപ്പൂക്കൾ പ്രണയത്തിൻ്റെ സാക്ഷിയായി എരിഞ്ഞമർന്നു. റോസാപ്പൂക്കൾ കാറ്റിൽ അവരുടെ ശരീരത്തിലേക്ക് പതിച്ചു. വർഷങ്ങളായി തന്നിൽ അടക്കി പിടിച്ചിരുന്ന സ്നേഹം മുഴുവൻ അഗ്നിയായി അവളിൽ അവൻ പകർന്നു. വികാരങ്ങളുടെ കൊടുമുടിയിലെത്തിയപ്പോൾ അവൻ അവളുടെ ശരീരത്തിൽ അലിഞ്ഞു. ഉയർച്ച താഴ്ചകൾക്കൊടുവിൽ അവൻ തളർന്നവളിൽ വീണു. ആകാശത്തെ നക്ഷത്രം മിഴികൾ അടച്ചു. ചന്ദ്രൻ പോലും നാണത്താൽ മാറി നിന്നു. അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ. അവസാനിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എനിക്ക് വേണ്ടി 2 വരി കുറിക്കണേ.